ഹലോ ഗൈസ്, മാസ്കേസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലൈബ്രറി കൗൺസിൽ ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. മിഥുൻ ചക്രവർത്തിയാണ് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. രണ്ടാമത്തെ ചോദ്യം, പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത്. ബേപ്പൂർ, കോഴിക്കോടാണ് പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം. മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഇത് മറക്കരുത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചത്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇനി ആറാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവ്. പ്രേമസംഗീതം രചിച്ചത് ആരാണ്? ഉള്ളൂർ S പരമേശ്വരൻ അയ്യറാണ് പ്രേമസംഗീതം എന്ന കൃതി രചിച്ചത്. ഇത് പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? കുമാരനാശാൻ്റെ വീണപ്പൂവാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം. എട്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? M മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി രചിച്ചത്. ഇനി ഒമ്പതാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്. രാത്രിമഴ രചിച്ചതാരാണ്? സുഗതകുമാരി ടീച്ചറാണ് രാത്രിമഴ എന്ന കവിതാ സമാഹാരം രചിച്ചത്. അവസാനത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ ഏത്? സുന്ദരികളും സുന്ദരന്മാരുമാണ് ഉറൂബ് രചിച്ച മലബാർ ലഹളയെ പശ്ചാത്തലമാക്കി രചിച്ച നോവൽ. ഇനി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ മാസ്കേസ് വ്ളോഗ്സ് ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെയുള്ള കുറേ ക്വിസ് ഫാക്ട്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.